ചരിത്രത്തിന്റെ താളുകളിൽ ഒതുക്കപ്പെട്ട വീരശൂര പരാക്രമികളുടെ നാടാണ് മഹിഷ്മതി. രാജമാതാ ശിവകാമിയുടെ ശാസനം ഈ നാട്ടിലെങ്ങും ശക്തിയുടെയും സമ്പദ് സമൃദ്ധിയുടെയും പ്രതീകമായിരുന്നു. മഹിഷ്മതിയുടെ ശിരസിലെ കിരീടമാണ് ശിവകാമിയെങ്കിൽ ആ രാജ്യത്തിന്റെ ഉടവാളായിരുന്നു ഞാൻ, കട്ടപ്പ. ഞാൻ യുദ്ധഭൂമിയിലെ വീരനും സിംഹാസനത്തിന്റെ അടിമയുമായിരുന്നു. മഹിഷ്മതിയുടെ ശത്രുക്കളെ അമരേന്ദ്ര ബാഹുബലി നേരിട്ടുകൊണ്ടിരുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ സഹോദരൻ ബല്ലാൽ ദേവൻ ബാഹുബലിയെ ചതിക്കുവാനുള്ള നീക്കങ്ങൾ നടത്തുകയായിരുന്നു. മഹിഷ്മതിയുടെ സിംഹാസനം ഭല്ലാൽ ദേവന് ലഭിച്ചു. പക്ഷേ മഹിഷ്മതിയിലെ ജനങ്ങളുടെ മനസ്സിൽ ഇന്നും അമരേന്ദ്ര ബാഹുബലിയായിരുന്നു രാജാവായി വാണിരുന്നത്. വർഷങ്ങൾക്ക് ശേഷം അമരേന്ദ്ര ബാഹുബലിയുടെ മകൻ മഹേന്ദ്ര ബാഹുബലി തന്റെ അച്ഛന്റെ മരണത്തിന് പ്രതികാരം ചെയ്തു. പിന്നീട് മഹിഷ്മതി രാജ്യത്തെ ഒരു സുവർണകാലത്തിലേക്ക് നയിച്ചു. പക്ഷേ അതിനു മുൻപ് മറ്റൊരു കഥ കൂടിയുണ്ട്. ബാഹുബലിയുടെ ജീവിതത്തിലെയും മഹിഷ്മതിയുടെ ഇതിഹാസത്തിലെയും ഒരു മഹാഗാഥ. അതിൽ ബാഹുബലിക്ക് തന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പരീക്ഷണം നേരിടേണ്ടി വന്നു. ഞങ്ങളുടെ ആൾക്കാർ കൊല്ലപ്പെട്ടു, കൊള്ളയടിക്കപ്പെട്ടു. പക്ഷെ അപരാധികൾ കള്ളന്മാരും കൊള്ളക്കാരും അല്ല, മഹിഷ്മതിക്കാരായിരുന്നു. നിങ്ങൾ സൂക്ഷിച്ച് സംസാരിക്കണം. ഞങ്ങളുടെ കൊട്ടാരത്തിനകത്ത് കയറി വന്ന് ആരോപണങ്ങൾ ഉന്നയിക്കുന്നു. ആരോപണങ്ങൾ ഉന്നയിക്കുക മാത്രമല്ല, ഞങ്ങൾ തെളിവുകളും കൊണ്ടുവന്നിട്ടുണ്ട്. മഹിഷ്മതിയിൽ നിർമ്മിച്ച ആയുധങ്ങൾ കൊച്ചു കുട്ടികൾക്ക് പോലും തിരിച്ചറിയാൻ സാധിക്കും. ഇത് നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടി? ഞങ്ങളുടെ പ്രജകളുടെ നെഞ്ചത്ത് കുത്തിയിറക്കിയിരുന്നു. ആ നിരപരാധികൾ തീർത്ഥാടകരായിരുന്നു. അവർ ഗന്ധർവ പർവ്വതത്തിൽ നടക്കുന്ന പൂജയ്ക്ക് വേണ്ടി കുലദൈവം ഗരുഡന്റെ വിഗ്രഹം കൊണ്ടുവരാൻ പോയതാണ്. 50 വർഷത്തിൽ ഒരിക്കൽ മാത്രമാണ് ഈ പൂജ നടത്താറുള്ളത്. അത് ഞങ്ങളുടെ രാജ്യത്തിന്റെയും പ്രജകളുടെയും സുരക്ഷയ്ക്ക് വേണ്ടിയാണ്. ഈ വിഗ്രഹം തനി തങ്കത്തിൽ നിർമ്മിച്ചതാണ്. അതിന്റെ മൂല്യം എത്ര തന്നെയാണെങ്കിലും ഞങ്ങൾക്കിത് അമൂല്യമാണ്. തീർത്ഥാടകർ കൃത്യസമയത്ത് മടങ്ങാത്തതുകൊണ്ട് അവരെ അന്വേഷിക്കാൻ വേണ്ടി ഞങ്ങൾ സൈനികരെ അയച്ചു. അവർക്ക് ലഭിച്ചത് ആ പാവം ഭക്തരുടെ ചിന്ന ഭിന്നമായ ജഡങ്ങൾ മാത്രമായിരുന്നു. പക്ഷെ ഗരുഡദേവന്റെ വിഗ്രഹം ഞങ്ങൾക്ക് ലഭിച്ചില്ല. ഞങ്ങളുടെ ഗരുഡദേവന്റെ വിഗ്രഹം ഈ കൊട്ടാരത്തിലുണ്ട്. അത് ഞങ്ങൾക്ക് തിരിച്ചു വേണം, അല്ലെങ്കിൽ മഹിഷ്മതി അതിനുള്ള ശിക്ഷ അനുഭവിക്കേണ്ടി വരും. ഇത് യുദ്ധത്തിനുള്ള വെല്ലുവിളിയാണ്. നല്ല കാര്യം തന്നെ. മഹിഷ്മതിയിൽ ധാരാളം സ്ഥലസമ്പത്തുണ്ട്. അതിൽ കുറച്ചു ഭാഗം ഗരുഡ രാജ്യത്തിലുള്ളവരുടെ ശ്മശാനമായി മാറും. നിങ്ങളുടെ കൺമുൻപിൽ തന്നെയുണ്ട് മഹിഷ്മതിയിൽ നിർമ്മിച്ച ആയുധം. നാളെ സൂര്യൻ അസ്തമിക്കുന്നത് വരെ സമയം നൽകാൻ. ഞങ്ങൾക്ക് അവകാശപ്പെട്ട ഗരുഡദേവനെ തിരികെ തരിക. ഇത് സുവർണാവസരമാണ്. ഗരുഡ രാജ്യത്തിന് അവരുടെ സ്ഥാനം എന്തെന്ന് പഠിപ്പിച്ചു കൊടുക്കാം. നീ പറഞ്ഞത് 100% ശരിയാണ് മോനെ. യഥാർത്ഥത്തിൽ ഖജനാവിൽ നിന്ന് എന്തെങ്കിലും നഷ്ടമായാൽ പിന്നീട് അതൊരിക്കലും തിരിച്ചു കിട്ടില്ല. ഈ യുദ്ധത്തിൽ ജയിച്ചാൽ പിന്നെ ലോകത്തിലെ ഏറ്റവും സമ്പന്ന രാഷ്ട്രമായിരിക്കും ഈ മഹിഷ്മതി. എന്തിന്റെ പേരിലാണ് യുദ്ധം? സത്യത്തിൽ നമ്മൾ ഈ അപരാധം ചെയ്തിട്ടില്ല. മാത്രവുമല്ല, ഈ ഉടവാൾ മഹിഷ്മതിയുടെ ആലയിൽ നിർമ്മിക്കപ്പെട്ടതാണ്. പിന്നെ ഏതു സൈനികനാണ് യുദ്ധം കഴിഞ്ഞ് തന്റെ ഉടവാൾ ഉപേക്ഷിച്ചു പോരുന്നത്? എന്റെ സൈന്യത്തിലുള്ള ആരുമല്ല. അപ്പോൾ അതിനൊരർത്ഥമേ ഉള്ളൂ. ഈ വാളാരോ മനഃപൂർവ്വം ഉപേക്ഷിച്ചതാണ്. മഹിഷ്മതിയെയും ഗരുഡ രാജ്യത്തെയും ശത്രുക്കളാക്കാൻ വേണ്ടിയാണ്. നമ്മൾ യുദ്ധത്തിന് തയ്യാറായാൽ ഇരു രാജ്യങ്ങൾക്കും അത് നാശം വരുത്തും. ബല്ലാദേവ, സൈന്യത്തെ സജ്ജമാക്കി നിർത്തൂ. എന്റെ സഭയിൽ വന്ന് വെല്ലുവിളിച്ചാൽ പിന്മാറുന്ന ശീലം എനിക്കില്ല. അവരോട് ചെന്ന് പറയൂ, ഇന്ന് രാത്രി തന്നെ മടങ്ങിപ്പോകാൻ. അവരാവശ്യപ്പെടുന്നത് നമ്മുടെ പക്കലില്ല. എന്നിട്ടും അവർ യുദ്ധം എന്ന തീരുമാനത്തിൽ ഉറച്ചു നിന്നാൽ മഹിഷ്മതി അവരുടെ ആഗ്രഹം തീർച്ചയായും പൂർത്തീകരിക്കുന്നതാണ്. അമ്മേ, എനിക്കല്പം സമയം തന്നാലും ഗരുഡ വിഗ്രഹം ഞാൻ കണ്ടെത്താം. നേരം പുലരുന്നതുവരെ നിനക്ക് സമയമുണ്ട്. അത് കഴിഞ്ഞാൽ യുദ്ധത്തിനുള്ള ശംഖനാദം മുഴങ്ങും. നമ്മളെ പരസ്പരം തമ്മിലടുപ്പിച്ചാൽ ആർക്കാണ് പ്രയോജനമുണ്ടാവുക? മനസ്സിലായി. കാലകേയൻ മഹിഷ്മതി, ഗരുഡ രാജ്യം. ആഘോഷം തടസ്സപ്പെടുത്തിയതിൽ ഖേദിക്കുന്നു.
മഹിഷ്മതിയും ഗരുഡരാജ്യവും മാത്രമല്ല നശിക്കാൻ പോകുന്നത്, നിങ്ങൾക്കും സർവനാശം. എന്നെ രക്ഷിക്കുന്നത് ഒരു ശീലമായി അല്ലേ അമ്മാവ? അത് നിനക്ക് ആപത്തിൽ പോയി ചാടുന്ന ശീലമുള്ളത് കൊണ്ടല്ലേ? ബാഹുബലി പരാജയപ്പെട്ടിരിക്കുന്നു. അമ്മ കൽപ്പിച്ചാൽ മതിയാകും. ഞാൻ അവരെ തുറന്നുവിടാൻ പോവുകയാണ്, ഒരു ഘോരമായ യുദ്ധത്തിനു വേണ്ടി. ഗരുഡ രാജ്യത്തിന്റെ ദൂതന്മാരെ അകത്തേക്ക് പറഞ്ഞയക്കൂ. സൂര്യൻ ഉദിച്ചിരിക്കുന്നു. എന്റെ പിതാവിന് എന്ത് സന്ദേശമാണ് നൽകേണ്ടത്? സമാധാനമോ അതോ യുദ്ധമോ? എന്റെ ആഗ്രഹം എന്തെന്നാൽ യുദ്ധം ധർമ്മമാണെന്ന് വിശ്വസിക്കുന്ന ധാരാളം പേരുണ്ട്. പക്ഷേ സമാധാനത്തിനും അതിൻ്റെതായ പ്രയോജനങ്ങളുണ്ട്. എന്തു പറയുന്നു രാജകുമാര? വാസ്തവം. ഇതെല്ലാം കാലകേയന്റെ കുബുദ്ധിയായിരുന്നു, നമ്മളെ പരസ്പരം തമ്മിലടുപ്പിക്കാൻ. രാജമാത ശിവഗാമി, ഞങ്ങൾ ചെയ്തത് അപരാധമാണ്. നിങ്ങളെ വെറുതെ സംശയിക്കുകയുണ്ടായി. ഇന്നു മുതൽ ഈ ഗരുഡ രാജ്യം നിങ്ങളോട് കൃതജ്ഞതയുള്ളവരായിരിക്കും, ഒപ്പം കടപ്പാടുമുണ്ടാകും.
ഞാൻ കേട്ടത് നീ തന്നെയാണ് യുദ്ധം തടഞ്ഞതെന്നാണല്ലോ. എന്നോട് ദേഷ്യമുണ്ടോ അമ്മാവ? നിങ്ങൾക്ക് യുദ്ധം ചെയ്യാനുള്ള താല്പര്യം വളരെ കൂടുതലാണെന്ന് എനിക്കറിയാമല്ലോ. ഒരു കാലത്ത് അങ്ങനെ തന്നെ ആയിരുന്നു. എന്റെ ചെറുപ്രായത്തിൽ അന്ന് ഞാൻ വിഡ്ഢിയായിരുന്നു. ഞാനൊരു വിഡ്ഢിയാണെന്നാണോ നിങ്ങൾക്ക് തോന്നുന്നത്? വിഡ്ഢിയാണെന്നോ? അല്ല, പക്ഷെ ബുദ്ധിസാമർഥ്യമില്ല. പ്രായവും അനുഭവവും കൂടുമ്പോഴാണ് ബുദ്ധിസാമർഥ്യം ഉണ്ടാവുക. അത് നിങ്ങളുടെ കാര്യത്തിൽ ശരിയല്ല. അവരുടെ പദ്ധതി വിജയത്തിനടുത്തെത്തിയെങ്കിലും പരാജയപ്പെട്ടല്ലോ. കാലകേയൻ ഇത്രയും ബുദ്ധിയുണ്ടോ? അവർക്ക് മൃഗങ്ങളോട് യുദ്ധം ചെയ്യാനല്ലേ അറിയൂ. ഇക്കാര്യത്തിൽ മറ്റാരുടെയെങ്കിലും പങ്കുണ്ടെന്നാണോ നീ പറഞ്ഞു വരുന്നത് ബാഹു? സാധ്യതയുണ്ട്, പക്ഷെ അതിനുള്ള തെളിവുകളൊന്നും എന്റെ പക്കലില്ല. ആരോ നമ്മെ പരീക്ഷിക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. മാത്രമല്ല, ഇത് വെറും ഒരു തുടക്കം മാത്രം. അപകടം! അപകടം! രാജകുമാര, അപകടം! മഹിഷ്മതിയുടെ പശ്ചിമതിർത്തിയിൽ ഒരു നഗരത്തിൽ വലിയൊരു ആക്രമണം നടന്നിരിക്കുന്നു. എല്ലാവരും മരണപ്പെട്ടു. വിനാശത്തിന്റെ തിരമാലകൾ അലയടിക്കുകയാണ് അവിടെ. ആദരപൂർവം തന്നെ ഇവരേവരെയും താഴെ ഇറക്കുക. മഹിഷ്മതി സാമ്രാജ്യത്തിലെ പ്രജകളാണിവർ. ഈ വൃദ്ധന്മാരോട് ഇത്തരം ക്രൂരതയോ? ഇവർ കാരണം ആർക്കാണ് ആപത്ത് വരാൻ പോകുന്നത്? ഇവിടെ പ്രായമായവരുടെ മൃതദേഹമേ ഉള്ളൂ. ബാക്കി നഗരവാസികളെല്ലാം ഇവിടെ പോയി. അത് അയാൾ പറയും. സൈനികരെ, ഒപ്പം വരൂ. നിൽക്കൂപ്പല്ല, നമുക്കാദ്യം എന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാമെന്ന് കരുതി. ശത്രുക്കളുണ്ട്, സൂക്ഷിക്കുക. രാജകുമാരനെ സംരക്ഷിക്കുക. രാജൻ, നമ്മുടെ അടുത്തേക്ക് വരുന്ന ആളാണ് കട്ടപ്പ. അയാളുടെ കാര്യം ഞാൻ നോക്കിക്കൊള്ളാം. അപ്പോൾ ഇദ്ദേഹമാണ് മഹിഷ്മതിയിലെ മഹാവീരൻ കട്ടപ്പ അല്ലേ? ധീരനായ ഒരു യോദ്ധാവിനോട് ധീരനായ യോദ്ധാവ് തന്നെ പോരാടണം. ആരാണ് നീ? ഇദ്ദേഹത്തെ അറിയില്ലേ? ഇദ്ദേഹത്തിന്റെ പേര് രക്തദേവൻ, പക്ഷെ പ്രവൃത്തികൾ കാലദൂതന്റേത്. ഇദ്ദേഹം മരണമാണ്. മഹിഷ്മതിയെ പോലെ ശോഷിച്ചുകൊണ്ടിരിക്കുന്ന സാമ്രാജ്യങ്ങളുടെ അന്തകൻ, ഒരു പുതിയ വ്യവസ്ഥയുടെ ദൂതൻ. മഹിഷ്മതിക്ക് അതിന്റെ വാൾത്തലയുടെ മൂർച്ചയിൽ അഹങ്കാരമല്ലേ? ഇദ്ദേഹം തന്റെ സിരകളിൽ പോലും മൂർച്ചയുമായി സഞ്ചരിക്കുകയാണ്. ഇദ്ദേഹത്തിന്റെ ഒരു നോട്ടം പോലും പല സിംഹാസനങ്ങളുടെയും അടിവേരിളക്കിയിട്ടുണ്ട്. ഇനി മഹിഷ്മതിയുടെ ഊഴമാണ്. മഹിഷ്മതിയെ നശിപ്പിക്കുവാനും ഇല്ലാതാക്കുവാനും സ്വപ്നം കണ്ട ആദ്യത്തെയോ അവസാനത്തെയോ വ്യക്തി അല്ല നീ എന്ന് മനസ്സിലാക്ക്. പക്ഷേ നിന്നെ പോലുള്ളവരെ ഉണർത്തേണ്ടത് എങ്ങനെയാണെന്ന് എനിക്ക് നന്നായി അറിയാം. മഹിഷ്മതിയുടെ യശസ് നിന്നെ പോലെയുള്ളവരുടെ മുന്നിൽ ഒരിക്കലും ഇല്ലാതാവുകയില്ല. മഹിഷ്മതിയുടെ സേനയുടെ ആത്മബലവും ഒരിക്കലും ഇല്ലാതാവുകയില്ല. മടങ്ങിപ്പോയില്ലെങ്കിൽ വലിയ പരാജയം നേരിടേണ്ടി വരും. എങ്കിൽ നമുക്ക് തന്നെ ജയപരാജയങ്ങൾ തീരുമാനിക്കാമല്ലേ? നീ മഹിഷ്മതിയിലെ പുലിയാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. പുലിയും ചെന്നായും തമ്മിലുള്ള പോരാട്ടത്തിൽ ഈ കൃമികീടങ്ങൾക്ക് സ്ഥാനമില്ല. ഞാൻ പുലിയും സിംഹവും ഒന്നുമല്ല. മഹിഷ്മതി സാമ്രാജ്യത്തിലെ സിംഹാസനത്തിന്റെ ആത്മാർത്ഥ സേവകനാണ് ഞാൻ. നീ ഒരു സേവകനാണെന്ന് മാത്രം പറയാനാവില്ല കട്ടപ്പ. നിനക്കെന്നെ അറിയാമോ? നിങ്ങളെ അറിയാത്തവർ ആരെങ്കിലും ഉണ്ടോ? നിങ്ങളുടെ ധീരസാഹസങ്ങളുടെ കഥ പലതും ഞാൻ കേട്ടിട്ടുണ്ട്. ആ കഥകൾ യാഥാർത്ഥ്യമാണോ എന്ന് മനസ്സിലാക്കണ്ടേ? കൊള്ളാം, കഥയേക്കാൾ ഗംഭീരമാണ് യാഥാർത്ഥ്യം. പക്ഷെ ഖേദമുണ്ട്, കാരണം ഇന്ന് ഞാൻ ഈ കഥ അവസാനിപ്പിക്കും.
മഹിഷ്മതിയിലെ പടവാൾ ചില്ലുകൊണ്ടുള്ളതാണല്ലേ? പരാജിതനായിട്ട് നീ ചിരിക്കുന്നോ? ഞാൻ പരാജയപ്പെട്ടു എന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? സത്യം എന്താണെന്ന് വെച്ചാൽ എന്റെ പദ്ധതികൾ ഒരിക്കലും തരം താഴ്ന്നതാവില്ല. കുറച്ചുകൂടി ഉയർത്തിപ്പിടിക്ക്. എന്റെ സഹോദരൻ കൂടി കാണട്ടെ അവനെ രക്ഷിക്കാൻ ആരാ എത്തിയിരിക്കുന്നതെന്ന്. ഉത്തരവ് ബാഹുബലി. നമുക്ക് ആ ചെന്നായിക്കൂട്ടങ്ങളെ വകവരുത്തണ്ടേ? മഹിഷ്മതി വിജയിക്കട്ടെ! അനുഭവിക്ക. മഹിഷ്മതി ഒന്നടങ്കമാണ് നമ്മെ സ്വാഗതം ചെയ്യാൻ വന്നിരിക്കുന്നത്. കാണിച്ചു കൊടുക്ക നമ്മുടെ ആതിഥേയത്വം ഗംഭീരമാണെന്ന്. ഈ മഹിഷ്മതിയിലെ സൈനികരെ മുഴുവൻ അഗ്നിയിൽ ദഹിപ്പിക്കൂ. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നീ നിർവഹിക്കണം. കൽപ്പിച്ചാലും ബാഹുബലി. ഈ ധ്വജത്തെ സുരക്ഷിതമായി മഹിഷ്മതിയിലെത്തിക്കണം. ചെല്, വേഗം പിന്മാറൂ സൈനികരെ! മഹിഷ്മതിയുടെ ധ്വജത്തിനൊപ്പം തിരിച്ചു പോകൂ. പിന്മാറിയാൽ ഇവർ നമ്മുടെ പുറകിൽ കഠാര കുത്തി കയറ്റും. അവരുടെ പടച്ചട്ടയിൽ തട്ടുമ്പോൾ തന്നെ നമ്മുടെ പടവാളുകൾ പൊട്ടിപ്പോകുന്നു. ഇവരെ വധിക്കാൻ നമുക്ക് സാധിക്കില്ല. എങ്കിലേവരും സ്വന്തം പ്രാണൻ രക്ഷിക്ക. അടുത്ത തവണ ഇവരെ പരാജയപ്പെടുത്താൻ, മഹിഷ്മതിയെ സംരക്ഷിക്കാൻ നിങ്ങളുടെ കവചമായി ഞാനിവിടെ നിൽപ്പുണ്ട്. പോകൂ, വേഗമാവട്ടെ. ബാക്കിയുള്ളവരെവിടെ? ഇത്രയും വിചിത്രവും കാഠിന്യമുള്ളതുമായ ആയുധങ്ങൾ ഇതിനു മുമ്പ് ഞാൻ ഒരിക്കലും എവിടെയും കണ്ടിട്ടില്ല അമ്മേ. അവയുടെ മുൻപിൽ നമ്മുടെ സൈനികരുടെ പടവാളുകൾ ചിന്നിച്ചിതറി പോവുകയായിരുന്നു. ബാഹുബലി എവിടെ? നിന്റെ സഹോദരൻ എവിടെന്ന്?
വേണ്ടാമേ, അവൻ കത്തിക്കരിഞ്ഞ അവസ്ഥയിലാണുള്ളത്. എന്റെ മകനാണിവൻ. രാജമാത, ഞാൻ നിങ്ങളുടെ മുൻപിൽ അപരാധിയാണ്. അല്ല കട്ടപ്പ, നീ എന്റെ മുമ്പിലെന്നല്ല, ഈ മഹിഷ്മതി സാമ്രാജ്യത്തിന്റെ മുന്നിലും അപരാധിയാണ്. നീ എല്ലാം മനസ്സിലാക്കണമായിരുന്നു. ശത്രുവിന്റെ ശക്തിയും അവന്റെ ആയുധങ്ങളും പ്രതിരോധങ്ങളുമെല്ലാം എല്ലാം നീ തിരിച്ചറിയണമായിരുന്നു കട്ടപ്പ. നീ ചെയ്ത പിഴവ് കാരണം പൊലിഞ്ഞു പോയത് എന്റെ മകന്റെ ജീവനാണ്. അവനവന്റെ ജീവൻ നൽകിക്കൊണ്ട് യുദ്ധഭൂമിയിൽ നിങ്ങളെ എല്ലാവരെയും രക്ഷിക്കുകയായിരുന്നില്ലേ കട്ടപ്പ? ബാഹുബലി എനിക്ക് എന്റെ സ്വന്തം മകനെ പോലെയായിരുന്നു രാജമാത. മിണ്ടിപ്പോകരുത്. ഇനി ഒരിക്കൽ പോലും നീ അവന്റെ പേര് ഉച്ചരിക്കരുത്. എന്റെ മകനായിരുന്നു അവൻ. മഹിഷ്മതിയുടെ ഉജ്ജ്വല ഭാവിയായിരുന്നു. നീ ഇന്നീ മഹിഷ്മതിയുടെ ഭാവി നശിപ്പിച്ചിരിക്കുകയാണ്. മരണം അവന്റെ മുന്നിലെത്തിയപ്പോ നീ എവിടെ പോയിരിക്കുകയായിരുന്നു കട്ടപ്പ? അവന്റെ രക്ഷാകവചമായി നിന്ന് മരണം വരിക്കേണ്ടത് നീയായിരുന്നു. നിന്റെ കർത്തവ്യം അതായിരുന്നില്ലേ കട്ടപ്പ? രാജമാത, എന്റെ ജീവശ്വാസം പോലും മഹിഷ്മതിയുടെ സിംഹാസനത്തിലാണ് കുടികൊള്ളുന്നത്. ഇന്നുവരെ അവിടുത്തെ എല്ലാ കൽപ്പനകളും അതേപടി അനുസരിച്ചവനാണ് ഞാൻ. ശത്രുക്കളെ അരിഞ്ഞു വീഴ്ത്തിയിട്ടുമുണ്ട്. അവിടുന്ന് മരണശിക്ഷ വിധിക്കുകയാണെങ്കിലും ഞാനത് മനസ്സായി ഏറ്റുവാങ്ങും. മരണശിക്ഷയാണെങ്കിൽ നിന്റെ കാര്യത്തിൽ അത് കുറഞ്ഞു പോകും കട്ടപ്പ. മഹിഷ്മതിക്ക് വേണ്ടി ജീവശ്വാസം പോലും അർപ്പിച്ചവനല്ലേ നീ? എങ്കിൽ ഇന്ന് ഈ ക്ഷണം തന്നെ ഞാൻ നിന്നെ മഹിഷ്മതിയിൽ നിന്ന് ബഹിഷ്കരിക്കുകയാണ്. ഇനി ആരും നിന്റെ നാമം ഇവിടെ ഉച്ചരിക്കില്ല. നമ്മുടെ ചരിത്രത്തിൽ പോലും നിനക്ക് സ്ഥാനവും ഉണ്ടാവില്ല. ഇതാണ് നിനക്കുള്ള ശിക്ഷ. ഇനി എന്നെങ്കിലും നിന്നെ മഹിഷ്മതിയിൽ വെച്ച് കാണുകയാണെങ്കിൽ അതിദാരുണമായ മരണം നിനക്ക് സംഭവിക്കും. ഇതെന്റെ പ്രതിജ്ഞയാണ്. എന്റെ പ്രതിജ്ഞ ഇവിടത്തെ ശാസനവും. ഞാൻ നിന്നെ നഷ്ടപ്പെട്ടെന്നാണ് ഞാൻ കരുതിയത് മകനെ. ഞാൻ എവിടേക്ക് പോയെന്നാലും തിരികെ ഈ പാദങ്ങളിൽ തന്നെ വരുമമ്മേ. എന്റെ മോനെ. അമ്മേ, അമ്മേ, അമ്മ ഇപ്പോൾ എന്നെയാണ് വിളിച്ചത്. എന്റെ മോനെ എന്ന് അമ്മ പറഞ്ഞല്ലേ? അത് പിന്നെ ഞാൻ കരുതിയത് ഒന്നുമില്ല. മറ്റൊരു പരാജയം. ഇനി എപ്പോൾ വേണമെങ്കിലും എവിടെ വെച്ചും ഏത് ദിക്കിൽ നിന്ന് വേണമെങ്കിലും വലിയ ആക്രമണങ്ങൾ ഉണ്ടാവാം. കട്ടപ്പ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷെ നമുക്കവരെ എല്ലാവരെയും. ഇനി ഒരിക്കലും ഈ പേര് മഹിഷ്മതിയിൽ ഉച്ചരിച്ച് കേൾക്കരുത്. ക്ഷമിച്ചാലും രാജമാത, ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് മറ്റൊന്നുമല്ല. നമുക്ക് അദ്ദേഹത്തെ. അപ്പോൾ നിങ്ങൾ അത്രയ്ക്ക് ദുർബലരാണോ? വെറുമൊരു അടിമയുടെ സംരക്ഷണം നിങ്ങൾക്ക് വേണമല്ലേ? നിങ്ങൾ മറക്കരുത്, അവൻ കേവലം അടിമ മാത്രമാണ്. എന്നാൽ അങ്ങ് മഹിഷ്മതിയുടെ മഹാസൈന്യത്തിന്റെ സൈന്യാധിപനാണ്. സ്വന്തം കഴിവുകൾ തിരിച്ചറിയൂ. എന്നിട്ട് ഈ കാലദൂതനെ അവന്റെ കാലിന് സമർപ്പിക്കാനുള്ള പദ്ധതി ഉണ്ടാക്കൂ. വേഗമാകട്ടെ, നമുക്ക് സമയം കുറവും ശത്രുക്കൾ കൂടുതലുമാണ്. മഹിഷ്മതിയുടെ ഈ സിംഹാസനത്തിൽ ഗാംഭീര്യത്തോടെ നീ ഇരിക്കുന്നത് ഞാൻ മനസ്സിൽ കാണുന്നു. ഈ നിമിഷത്തിലും ഞാനിവിടെ കാണുന്നത് എന്താണെന്നറിയാമോ? ബാഹുവിനെ. എന്റെ അമ്മയുടെ കണ്ണുകളിലും പ്രജകളുടെ ഹൃദയത്തിലും മഹിഷ്മതി സാമ്രാജ്യത്തിന്റെ ചരിത്രത്തിലും അവനുണ്ട്. അവൻ മരിച്ചിട്ടും ജീവിച്ചിരിക്കുന്നു. ഇന്നും മഹിഷ്മതിയിൽ അവൻ എന്നേക്കാൾ ഉയർന്ന സ്ഥാനം തന്നെയാണുള്ളത്. അതുകൊണ്ട് എന്താണ് നേട്ടം? ചിലരുടെ മനസ്സിലും കണ്ണിലും അവനുണ്ടെങ്കിലും ഈ സിംഹാസനത്തിൽ നീ തന്നെ ഇരിക്കും. ചരിത്രം എപ്പോഴും ഇത് തന്നെയായിരിക്കും ഓർക്കാൻ പോകുന്നത്. ആഘോഷത്തിനുള്ള ഏർപ്പാട് ചെയ്യ്. ബാഹുബലി വധിക്കപ്പെട്ടിരിക്കുന്നു. മാത്രമല്ല, നിന്റെ കരങ്ങളിൽ അവന്റെ രക്തക്കറ ഇതുവരെ പുരണ്ടിട്ടുമില്ല. ഇതോർക്കുമ്പോഴാണ് കൂടുതൽ വിഷമം തോന്നുന്നത്. എനിക്ക് മനസ്സിലായില്ല മകനെ. എങ്ങനെ മനസ്സിലാകൂ അച്ഛാ?
ബാല്യം മുതൽ ഞാൻ ഏറ്റവും കൂടുതൽ വെറുത്തിരുന്നവനെ തന്നെ സ്വന്തം സഹോദരനെ പോലെ ചേർത്ത് നിർത്തേണ്ടി വന്നെനിക്ക്. ഒരിക്കൽ അതുപോലെ ചേർത്ത് നിർത്തി എന്റെ പടവാൾ ഉപയോഗിച്ച് ആ അധികാരം തട്ടിയെടുക്കണമെന്ന് ഞാൻ സ്വപ്നം കണ്ടിരുന്നു. കയ്യിൽ രക്തക്കറ പുരണ്ടാൽ മാത്രം പോരാ, അവന്റെ രക്തത്താൽ സ്നാനം ചെയ്യാൻ ഞാൻ ആഗ്രഹിച്ചു. ബാഹുബലിയെ പരാജയപ്പെടുത്തി സിംഹാസനം സ്വന്തമാക്കാനാണ് ഞാൻ ആഗ്രഹിച്ചത്. ബാഹുബലിയെ വധിക്കാൻ എനിക്ക് സാധിക്കുമായിരുന്നു. പക്ഷെ അവന്റെ വിജയഗാഥകളെ ഞാൻ എങ്ങനെ അവസാനിപ്പിക്കും? യജമാനെ, ഒരു 2 തുള്ളി വെള്ളമെങ്കിലും തരണേ. ദാഹം കൊണ്ട് തൊണ്ട വരണ്ടു പോകുന്നു യജമാനെ. പണിയെടുക്കാതെ വെള്ളം കുടിക്കണമല്ലേ നിനക്ക്? എണീക്ക്, ജോലി തീർക്കാൻ നോക്ക്. നിങ്ങൾ മടിയന്മാരുടെ നാടകങ്ങളൊക്കെ ഞാൻ ശരിക്കും മനസ്സിലാക്കിയിട്ടുണ്ട്. ഈ ചാട്ടവാർ കൊണ്ട് എത്ര തളർന്നു പോയവരെ കൊണ്ടും നൃത്തം ചെയ്യിക്കാൻ സാധിക്കും. നടക്കാൻ കഴിയുന്നില്ലെങ്കിൽ ഇഴഞ്ഞു പോ, പക്ഷെ ജോലിക്ക് തടസ്സമുണ്ടാകരുത്. വേണ്ട യജമാനെ, ദയുണ്ടാവണേ. ദയയോ? നീ ചുറ്റുമൊന്ന് കണ്ണോടിച്ചു നോക്ക്. ഈ നരകത്തിൽ ദയ പ്രതീക്ഷിക്കുന്നു. ഒന്നുകിൽ പണിയെടുക്കുക, അല്ലെങ്കിൽ മരിക്കുക. എന്നാൽ അങ്ങനെ ആവട്ടെ. ഇന്ന് നീ ഈ കഴുകന്മാരുടെ ഭക്ഷണമാകും. നിന്നെ കൊണ്ട് ഇതേ സാധിക്കൂ. നിന്റെ കഥ കഴിഞ്ഞടാ. നിന്റെ ഭാര്യ ലൂരിയെടുത്ത് കടാരയാക്കും. നീ നോക്കിക്കോ എങ്ങനെ നീ. എന്റെ കൈ പിടിച്ചോളൂ അമ്മാവ. വരൂ, ആ തണലിൽ ചെന്നിരിക്കാം. നീ അവനെ കൊന്നു കളഞ്ഞു അല്ലേ? ഈ ദുഷ്ടന്മാർ നിന്നെ വെറുതെ വിടില്ല മോനെ. ഈ നരകത്തിൽ നിന്ന് ഓടി രക്ഷപ്പെടാൻ നോക്ക്. ആരെങ്കിലും ഇവിടേക്ക് വരുന്നതിന് മുമ്പ് രക്ഷപ്പെടാൻ നോക്ക് മോനെ. ഒറ്റയ്ക്ക് രക്ഷപ്പെടാനായിരുന്നെങ്കിൽ എനിക്ക് എപ്പോഴേ ആവാമായിരുന്നു. തിരികെ പോകുന്നെങ്കിൽ എല്ലാവരെയും കൂടെ കൂട്ടിക്കൊണ്ട്. അയ്യോ, അവര് വരുന്നുണ്ട്. അവർ വരട്ടെ.